എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1ന്റെ ഫസ്റ്റ് പാർട്ട് നോക്കി. ഇന്നിപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് കൗൺസിലിങ്ങിനെ പറ്റിയാണ്. കൗൺസിലിങ്ങിനെ പറ്റിയും പിന്നെ അതേപോലെ കൗൺസിലിങ്ങും കേസ് വർക്കും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, കൗൺസിലിങ്ങും കേസ് വർക്കും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണെന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ബേസിക്കലി കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു പ്രൊഫഷണല് മറ്റൊരു വ്യക്തിയെ, ഏതെങ്കിലും തരത്തില് ഉള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അത് സോൾവ് ചെയ്യാനായിട്ട് നടത്തുന്ന ഒരു 1-on-1 പ്രോസസ്സാണ്. ഓക്കെ, ആ വ്യക്തിയുമായി ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയാ, വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് ആയിരിക്കും ആ ക്ലയന്റിന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇനി ക്ലയന്റ് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് വന്നാലും ക്ലയന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ മോശമാണെങ്കിൽ കൂടി എല്ലായ്പ്പോഴും കൗൺസിലർ ഒരു റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട്, അല്ലെങ്കിൽ കൗൺസിലറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും, എത്തിക്സ് ഉണ്ടാവും, പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. പക്ഷെ അതൊന്നും ക്ലയന്റിന്റെ മേലെ അടിച്ചേൽപ്പിക്കാതെ പകരം ഒരു റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ ഈ ക്ലയന്റിനെ എപ്പോഴും ക്ലയന്റിന്റെ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അതൊക്കെ സോൾവ് ചെയ്യാനായിരിക്കും കൗൺസിലിംഗിൽ ഒരു കൗൺസിലർ സഹായിക്കുന്നത്. ഓക്കെ, counseling is defined as a personal goal-oriented process that brings sequential change over time. അതാണ് ഒരു ബേസിക് ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഈ കൗൺസിലിങ്ങിന്റെ കോർ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ആണ്. ഒന്ന്, ട്രസ്റ്റ്. കൗൺസിലിംഗ് എപ്പോഴും ഒരു ട്രസ്റ്റ്, അതായത് ക്ലയന്റിന് എല്ലായ്പ്പോഴും ആ കൗൺസിലറിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പ്രൊഫഷണൽ സെറ്റിംഗിൽ വരുന്ന സമയത്ത് ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന എലമെന്റ് അതിനകത്ത് ഉണ്ടാവും. അത് ആ പ്രൊഫഷന്റെ ഭാഗമാണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ പ്രൊഫഷന്റെ ഭാഗമാണ്. കൗൺസിലർ നിർബന്ധമായും കീപ്പ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത്, ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ബേസ് ചെയ്താണ് വളർന്നു വരുന്നത്. പിന്നെ അതേപോലെ എമ്പതി, അതായത് കൗൺസിലർ എപ്പോഴും ഒരു എമ്പതി ഉള്ള ഒരാളായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കൗൺസിലറിന്റെ ഇടപെടലുകൾ എപ്പോഴും സിൻസിയർ ആയിരിക്കും. പിന്നെ ക്ലയന്റ് എന്താണോ പ്രശ്നങ്ങൾ പറയുന്നത്, ഇപ്പോ ഒരു ക്ലയന്റ് പറയുന്ന ഒരു പ്രശ്നം കൗൺസിലറിനെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ സംബന്ധിച്ചോ അത് വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ കൗൺസിലറിനെ സംബന്ധിച്ച് പേഴ്സണലി അയാൾ അതിനൊരു നിസ്സാരമായ പ്രശ്നമായിട്ടായിരിക്കാം കാണുന്നത്. പക്ഷെ ഒരിക്കലും ക്ലയന്റിന്റെ അടുത്ത് അതൊരു നിസ്സാര പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒരിക്കലും നല്ലൊരു കൗൺസിലർ തള്ളിക്കളയില്ല. മറിച്ച് ആ ക്ലയന്റ് പറയുന്ന പ്രശ്നങ്ങളോട് നല്ലപോലെ റെസ്പോൺസീവ് ആയിരിക്കും ഒരു കൗൺസിലർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഒരു കൗൺസിലർ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് അയാളുടെ സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുക. പിന്നെ അയാളുടെ വ്യക്തിത്വത്തെ പറ്റി, ഇപ്പൊ നമ്മളെ പറ്റിയുള്ള ചില കുറവുകളോ അല്ലെങ്കിൽ നമ്മളെപ്പറ്റി നമുക്കൊരറിവുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇപ്പൊ നമ്മുടെ കുടുംബക്കാർക്ക് നമ്മളെ പറ്റി ചില കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ അറിവുണ്ടാവും. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് വിമർശിച്ചാൽ പോലും അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് നിനക്കില്ല. അതല്ലെങ്കിൽ മറ്റേ ഇമോഷണൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ പെട്ടെന്ന് ഡൗൺ ആവും. അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ഉള്ള സെൽഫ് അവയർനെസ് കൊടുക്കുക. അയാൾക്ക് അതിനെപ്പറ്റി അറിവുണ്ടാവില്ല, പക്ഷെ അതിനെപ്പറ്റി അയാളെ തന്നെ ബോധവാനാക്കാനായിട്ട് നമുക്ക് കൗൺസിലിംഗ് ഉപയോഗിക്കും. പിന്നെ അതേപോലെ തന്നെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഡൈലമാസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യാമോ, അങ്ങനെ ചെയ്താൽ അത് ശരിയാകുമോ, അത്തരത്തിലുള്ള ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു കൗൺസിലർ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ മറ്റൊരു കോർ ഫീച്ചർ എന്ന് പറയുന്നത്, കൗൺസിലിംഗ് ഒരിക്കലും ഒരു കാഷ്വൽ കോൺവെർസേഷൻ അല്ല. ഇപ്പോ വെറുതെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിനെ പറ്റി സംസാരിക്കുന്ന ഒരു കാര്യമല്ല. അതും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള
പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. ഇനി മക്ലിയോഡ് 1998 കൗൺസിലിംഗിന്റെ കീ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കൗൺസിലിംഗിന്റെ കീ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഈ വൈകാരികമായ പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാനും അയാളുടെ ഫീലിങ്സിനെയൊക്കെ റാഷണലി അഡ്രസ് ചെയ്യാനും മാനേജ് ചെയ്യാനുമായിട്ട് സഹായിക്കുക എന്നതാണ് കൗൺസിലിംഗിന്റെ ഒരു ഒബ്ജക്റ്റീവ്. പിന്നെ രണ്ടാമത്തെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് സ്വന്തത്തെ പറ്റി ഉള്ള അറിവ് കൂടുതൽ മെച്ചപ്പെടുക, സെൽഫ് അവെയർ ആവുക, സ്വന്തം വ്യക്തിത്വത്തെ പറ്റി, സ്വന്തം സ്വഭാവത്തെ പറ്റി അല്ലെങ്കിൽ കുറവുകളെ പറ്റിയൊക്കെ ഒരാൾ കൂടുതൽ സെൽഫ് അവെയർ ആവാനും, അതേപോലെ മറ്റുള്ളവരാൽ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കപ്പെടുന്നത്, ഇപ്പൊ മറ്റുള്ളവരാൽ ഞാൻ എങ്ങനെയാണ് നോക്കി കാണപ്പെടുന്നത് എന്നൊരു തേർഡ് പേഴ്സന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് കൊടുക്കാനായിട്ടും കൗൺസിലിംഗിന്റെ ഒബ്ജക്റ്റീവിൽ പെട്ടതാണ്. പിന്നെ അതേപോലെ അടുത്തൊരു ഒബ്ജക്റ്റീവാണ്, അതായത് സ്വന്തം സെൽഫ് ഇമേജ്, സ്വയം നമ്മളെ പറ്റി തന്നെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു, ഇപ്പൊ ചിലരുണ്ടാവും, ചില മനുഷ്യന്മാരുണ്ടാവും, അവര് ആക്ച്വലി നല്ല മനുഷ്യരായിരിക്കും, പക്ഷെ എപ്പോഴും ഞാൻ അത്ര പോരാ, എനിക്കത്ര ഇത് ഇല്ല, എനിക്കത്ര വലിയ കഴിവുകളൊന്നും ഇല്ല, അതല്ലെങ്കിൽ ആർക്കും ഉപകാരപ്പെടുന്ന ആളല്ല ഞാൻ, ഭയങ്കരമായിട്ടുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് അഡ്രസ് ചെയ്യുക, പോസിറ്റീവായിട്ടൊരു സെൽഫ് ഇമേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുക. പിന്നെ അതേപോലെ തന്നെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള റിജക്ഷൻസ് ആണെങ്കിലും ക്രിറ്റിസിസം ഒക്കെ ആണെങ്കിലും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, ഒരു ക്ലയന്റിനെ കേപ്പബിൾ ആക്കുക എന്നുള്ളത് കൗൺസിലിംഗിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ അടുത്ത ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ കൗൺസിലിംഗിന് മുമ്പ് ചിലപ്പോൾ മാരിറ്റൽ ഇഷ്യൂസ് കൊണ്ടായിരിക്കാൻ പോകുന്നത്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ആവാം, അതല്ലെങ്കിൽ മറ്റേ ആൽക്കഹോളിസം ആവാം. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാനും അത് സോൾവ് ചെയ്ത് കൊടുക്കാനും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ മൊത്തത്തിൽ നല്ല കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉപകാരപ്പെടുന്ന തീരുമാനങ്ങൾ സ്വയം എടുക്കാനായിട്ട് ആ വ്യക്തിയെ കേപ്പബിൾ ആക്കുക എന്നുള്ളത് കൗൺസിലിംഗിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ അതേപോലെ ബിഹേവിയറൽ കൺട്രോൾ ടെക്നിക്സ്, എങ്ങനെ ഇപ്പൊ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരാളാണ്, ദേഷ്യം വരുമ്പോ എന്താ പറയാ, കൈ കെട്ടിയൊന്നെല്ലാം എറിഞ്ഞുടക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ബിഹേവിയർ, നെഗറ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ സോഷ്യൽ സ്കിൽസ് അക്വയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ കൗൺസിലിംഗിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ചില കാര്യങ്ങളെ പറ്റിയിട്ട് അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ അല്ലെ അന്ധവിശ്വാസങ്ങൾ നമ്മൾ പറയുമല്ലോ, അതിൽ വേറെ സയന്റിഫിക് ആയിട്ടുള്ള നേച്ചറോ അല്ലെങ്കിൽ പ്രോപ്പർ ലോജിക്കോ റീസണിങ്ങോ ഒന്നുമില്ല. അതൊരു തോന്നലാണ്, ഇറേഷണൽ ആയിട്ടുള്ള ബിലീഫ്സ് ആണ്. അങ്ങനെയുള്ള ഇറേഷണൽ ബിലീഫ്സോ അതല്ലെങ്കിൽ സ്വയം ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ആൽക്കഹോളിസം ആവാം, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആവാം, അതല്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇൻഫീരിയർ കോംപ്ലക്സ് ആവാം. അങ്ങനെ സ്വയം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ, ഒരു വ്യക്തിയെ അയാളുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്തുന്നതിൽ നിന്ന് അയാളെ തടയുന്നത് അയാളുടെ സ്വന്തം ബിഹേവിയർ തന്നെയാണെങ്കിൽ അതിനെല്ലാം റീപ്ലേസ് ചെയ്ത് കൂടുതൽ ഹെൽത്തിയർ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കൊണ്ടുവരിക എന്നുള്ളത് കൗൺസിലിംഗിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലയന്റിന്റെ സോഷ്യൽ എൻവിറോൺമെന്റിലും അതല്ലെങ്കിൽ അയാൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുക എന്നുള്ളതും കൗൺസിലിംഗിന്റെ ഒരു കീ ഒബ്ജക്റ്റീവാണ്. ഇനി നമ്മൾ കേസ് വർക്കിന്റെ ഉള്ളിൽ എപ്പോഴാണ് കൗൺസിലിംഗ് വരുന്നത്, അല്ലെങ്കിൽ ഒരു കേസ് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ കേസ് വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസി എപ്പോഴാണ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ക്ലയന്റ് ഒരു ടെൻഷനിൽ, ഇപ്പൊ നമ്മൾ കേസ് വർക്ക് ചെയ്യുന്ന ക്ലയന്റ് എന്തെങ്കിലും ടെൻഷനിലോ കോൺഫ്ലിക്റ്റിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോ കേസ് വർക്കിന് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ക്ലയന്റ് എന്ന് പറയുന്നത് കുറെയൊക്കെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിവുകളുള്ള, അതല്ലെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനും അതനുസരിച്ച് അത് ഉൾക്കൊള്ളാനും കപ്പാസിറ്റി ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് കേസ് വർക്കിൽ കൊടുക്കുന്നതാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇമോഷണലി അയാള് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ,
ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിൽ, ഇപ്പൊ ഫാമിലി കൺട്രോളിൽ നിന്നൊക്കെ സ്പേഷ്യലി ഇമോഷണലി ഒക്കെ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്ന ആൾ എപ്പോഴും എന്തെങ്കിലും മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള ആളായിരിക്കില്ല. ഇപ്പൊ ഉദാഹരണത്തിന് സ്കിസോഫ്രീനിയ പോലുള്ള ഒരു മെന്റൽ ഡിസോർഡർ ഉള്ള ഒരു ക്ലയന്റ് ആണ് നമ്മുടെ അടുത്ത് കേസ് വർക്കിന് വരുന്നത് അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വരുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ അറ്റൻഡ് ചെയ്യില്ല. നമ്മളത് മെഡിക്കൽ ട്രീറ്റ്മെന്റിനായിട്ട് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക്, അതായത് MBBS ഡിഗ്രി കഴിഞ്ഞ് അതിനുശേഷം സൈക്യാട്രിയിൽ MD ചെയ്ത ഡോക്ടർമാരുടെ അടുത്തേക്കാണ് നമ്മൾ അവരെ റെഫർ ചെയ്യുക. അല്ലാതെ നമ്മൾ അവരെ നമുക്ക് അവർക്കൊരു മെന്റൽ ഡിസോർഡർ ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അവരെ റെഫർ ചെയ്യണം, നമ്മൾ അവരെ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത് ഇങ്ങനത്തെ മെന്റൽ ഇൻസ്റ്റബിലിറ്റീസോ മെന്റൽ ഡിസോർഡേഴ്സോ ഇല്ലാത്ത ആളുകൾക്കാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ക്ലയന്റ് കേസ് വർക്കിനായിട്ട് നമ്മുടെ അടുത്ത് വന്ന ക്ലയന്റ് അത്യാവശ്യം മെച്യൂരിറ്റി, ലൈഫായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് കൗൺസിലിംഗ് കൊടുത്താൽ അത് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ഒരു ക്ലയന്റ് ആണെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് അയാൾക്ക് ആ വ്യക്തിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോ നമ്മൾ കൗൺസിലിംഗും കേസ് വർക്കും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു കൗൺസിലിംഗും കേസ് വർക്കും എന്ന് പറയുന്നത് പലരും സെയിം സാധനമായിട്ടാണ് കരുതാറ്. അതിന്റെ കാരണം ഇത് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ആ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്ന്, ഒബ്ജക്റ്റീവ്സിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, കേസ് വർക്ക് ആണെങ്കിലും കൗൺസിലിംഗ് ആണെങ്കിലും ഒരു വ്യക്തി കറന്റ്ലി നേരിടുന്ന, ഇപ്പോൾ ആ വ്യക്തി നേരിടുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇനി അങ്ങനത്തെ സെയിം പ്രശ്നങ്ങൾ വന്നാൽ അതിനെ നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കാനും ഒക്കെയാണ് കേസ് വർക്കും കൗൺസിലിങ്ങും രണ്ടും എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിന്റെ കേസ് വർക്കിന്റെ കൗൺസിലിംഗിന്റെ ഒബ്ജക്റ്റീവ്സിൽ സിമിലാരിറ്റീസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വരുന്ന ക്ലയൻസിൽ ഒരു സിമിലാരിറ്റീസ് ഉണ്ട്. രണ്ടുപേരും ഇൻഡിവിജ്വൽസിനെയാണ് ഇത് ചെയ്യുന്നത്. കൗൺസിലിംഗ് ആണെങ്കിലും കേസ് വർക്ക് ആണെങ്കിലും ഇൻഡിവിജ്വൽസിനെയാണ് സെർവ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അതായത് ബാക്കിയുള്ള ഗ്രൂപ്പ് വർക്കും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനൊക്കെ ആണെങ്കിലും അതൊക്കെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പീപ്പിളിനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ കേസ് വർക്ക് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണെങ്കിലും അത് ഇൻഡിവിജ്വൽസിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ കുട്ടികളാവാം, പുരുഷന്മാരാവാം, സ്ത്രീകളാവാം, പ്രായമായവരാവാം, വിദ്യാർത്ഥികളാവാം, അങ്ങനെ ഏത് തലത്തിലുള്ളവർ വേണമെങ്കിലും ആവാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഏകദേശം ഒരേ രണ്ടും സോഷ്യൽ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്ന ഇഷ്യൂസിനെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ഇഷ്യൂസിനെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയും അയാളുടെ എൻവിറോൺമെന്റുമായിട്ടുള്ള ഇഷ്യൂസിനെയൊക്കെയാണ് രണ്ടും അഡ്രസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ കൗൺസിലിംഗിലാണെങ്കിലും കേസ് വർക്കിലാണെങ്കിലും ക്ലയന്റും കേസ് വർക്കറും, അതല്ലെങ്കിൽ ക്ലയന്റും കൗൺസിലറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ കൗൺസിലിംഗിന്റെ ആണെങ്കിലും കേസ് വർക്കിന്റെ ആണെങ്കിലും സക്സസിന് ഇവര് തമ്മിലുള്ള, ഈ ക്ലയന്റും സോഷ്യൽ വർക്കറും അല്ലെങ്കിൽ ക്ലയന്റും കൗൺസിലറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഇതൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ്. പിന്നെ അതേപോലെ ഇന്റർവ്യൂ ചെയ്തും സ്റ്റഡി നടത്തിയും പിന്നെ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ വരും. പക്ഷെ ഇതിന്റെ കോർ എന്ന് പറയുന്നത്, ഇതിന്റെ സക്സസ് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ തീരുമാനിക്കുന്നത് ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പൊ ഈ രണ്ടിലും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കോർ ആയിട്ടുള്ള ഒരു ടൂളാണ്. പിന്നെ മറ്റൊരു സിമിലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കൗൺസിലിംഗ് ആണെങ്കിലും കേസ് വർക്ക് ആണെങ്കിലും ഇൻഡിവിജ്വലിന്റെ, ഒരു വ്യക്തിക്ക് ഒരു വിലയുണ്ട്. ഓക്കെ, ഒരു റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽ വർത്ത്. ഓക്കെ, എവ്രി ഇൻഡിവിജ്വൽ ഈസ് എൻടൈറ്റിൽഡ് ഫോർ റെസ്പെക്ട്. ഓക്കെ, എൻടൈറ്റിൽഡ് ടു റെസ്പെക്ട്. അത് അയാൾ എത്ര മോശമായി പ്രവർത്തിക്കുന്ന ആളാവാം, ചിലപ്പോൾ വിശുദ്ധനാവാം, ഏതാണെങ്കിലും മനുഷ്യനാണ്. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പറയില്ലേ, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാള് അല്ലെങ്കിൽ ഒരു ആള് മനുഷ്യനാണ് എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് അയാൾക്ക് അവകാശം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അത് മനുഷ്യനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അയാൾക്ക് കിട്ടുന്ന ബേസിക് ആയ കുറെ അവകാശങ്ങളുണ്ട്. അതാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതായത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏതൊരാളാണെങ്കിൽ പോലും കൗൺസിലിംഗിലും കേസ് വർക്കിലും ആ വ്യക്തിക്കൊരു ബഹുമാനം കൊടുക്കുന്നുണ്ട്. അയാളുടെ ഡിഗ്നിറ്റി എപ്പോഴും ഒരു കേസ് വർക്കറും കൗൺസിലറും കീപ്പ് ചെയ്യും. ഓക്കെ,
അതാ മറ്റൊരു സിമിലാരിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ രണ്ട് കൗൺസിലിംഗിലാണെങ്കിലും കേസ് വർക്കിലാണെങ്കിലും കോമൺ പ്രിൻസിപ്പിൾസ് ഉണ്ട്. എത്തിക്സിൽ വരുന്ന കോമൺ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ഇൻഡിവിജ്വലൈസേഷൻ, സെൽഫ് എക്സ്പ്രഷൻ, നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത്. ഈ ഓരോ പ്രിൻസിപ്പിൾസും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ യൂണിറ്റുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് അപ്പോൾ നോക്കാം. പിന്നെ അതേപോലെ തന്നെ കൗൺസിലിംഗിലാണെങ്കിലും കേസ് വർക്കിലാണെങ്കിലും ക്ലയന്റ് ആണ് അയാളുടെ റിക്കവറി പാത്ത് എന്താണ്, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ നമ്മള് ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ മരുന്ന് എഴുതി തരും. ഡോക്ടറാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് മരുന്ന്, നമ്മുടെ പനി മാറാൻ എന്ത് മരുന്ന് കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. അല്ലാതെ ഡോക്ടർ ഒരു 5 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏത് വേണമെന്ന് വെച്ച് മേടിച്ച് കഴിച്ചോന്നല്ല ഒരിക്കലും പറയുന്നത്. പക്ഷെ കേസ് വർക്കിലും അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റിനാണ് അധികാരം. എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇഷ്യൂ ആണെങ്കിൽ അതിനെ നമ്മൾ ഒരു സോഷ്യൽ വർക്കറോ കേസ് വർക്കറോ അതിന്റെ വരും വരായികകളും അതല്ലെങ്കിൽ പോസിബിലിറ്റീസും ഏതാണ് ബെറ്റർ എന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കും. പക്ഷേ താങ്കൾ പോയി ഇത് ചെയ്യണം എന്ന് പറഞ്ഞൊരു ഇമ്പോസിഷൻ ഒരിക്കലും ഇല്ല. ഓക്കെ, ക്ലയന്റിന് സ്വയം തീരുമാനിക്കാനുള്ള അധികാരം രണ്ടിലും, കൗൺസിലിംഗിലും ഉണ്ട്, കേസ് വർക്കിലും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ കേസ് വർക്കും കൗൺസിലിംഗും തമ്മിലുള്ള ഡിഫറൻസസിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഈ ഡിഫറൻസസ് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇത് രണ്ടിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഒരു ടേബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഡിഫറൻസ് എന്തിന്റെ ബേസിലാണ് കേസ് വർക്കിലും കൗൺസിലിംഗിലും എങ്ങനെയാണ് ഡിഫറന്റ് ആയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഹെൽപ്പിന്റെ ബേസിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് കേസ് വർക്കിലാണെങ്കിൽ ഹെൽപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സോഷ്യൽ സർവീസ് ബേസ് ചെയ്താണ്. അതിനകത്ത് ടാഞ്ചിബിൾ സപ്പോർട്ടുകൾ ഉണ്ട്. അതായത് ചിലപ്പോൾ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെഫറൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോഷ്യൽ കേസ് വർക്കിൽ എപ്പോഴും ആ കേസ് വർക്ക് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ടാഞ്ചിബിൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. ഇപ്പോ നിയമസഹായമാവാം, അതല്ലെങ്കിൽ ഇപ്പോ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവാം, എന്തെങ്കിലും ഗ്രാന്റ് ആവാം. ഈ സോഷ്യൽ കേസ് വർക്കിൽ അങ്ങനെ ഒരു ടാഞ്ചിബിൾ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, പക്ഷെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെർബൽ ആൻഡ് സൈക്കോളജിക്കൽ ഹെൽപ്പാണ്. ഓക്കെ, വാക്കുകൾ വഴി അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് എന്താ പറയാ, ഇങ്ങനത്തെ മെറ്റീരിയൽ സപ്പോർട്ടുകൾ ഉണ്ടാവണം എന്നില്ല. ഇപ്പൊ നമ്മളൊരു കൗൺസിലിംഗ് സെഷന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൗൺസിലർ നമ്മളുടെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള സാമ്പത്തിക പരാധീനതകൾ കൊണ്ടുള്ള സോഷ്യൽ ഫംഗ്ഷനിങ്ങിൽ വന്ന ബുദ്ധിമുട്ടുകളാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി കൗൺസിലർ ഒരിക്കലും കൗൺസിലറിന്റെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് നമുക്ക് തരില്ല. പക്ഷെ നമ്മൾ സോഷ്യൽ കേസ് വർക്ക് ചെയ്യുന്ന ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഏജൻസിയിലാണ് പോകുന്നതെങ്കിൽ അവർ ചിലപ്പോൾ നമുക്ക് സ്വയം തൊഴിലിനായിട്ട് എന്തെങ്കിലും ധനസഹായം അങ്ങനത്തെ എന്തെങ്കിലും സ്കീമുകൾ അവരുടെ കയ്യിൽ ഉണ്ടാവും. ഓക്കെ, അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. സോഷ്യൽ കേസ് വർക്കിൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള സപ്പോർട്ട്സ് ഉണ്ടാവാം, പക്ഷെ കൗൺസിലിംഗിൽ അങ്ങനത്തെ ടാഞ്ചിബിളോ മെറ്റീരിയൽ ആയിട്ടുള്ള സപ്പോർട്ടിങ്സ് ഉണ്ടാവില്ല. അത് വെർബൽ ആൻഡ് സൈക്കോളജിക്കൽ ഹെൽപ്പ് ആയിരിക്കും കിട്ടുക. പിന്നെ രണ്ടാമത്തത് സെറ്റിംഗ്, എവിടെയാണ് ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളതിൽ രണ്ട് ഡിഫറൻസുകളുണ്ട്. അതായത് സോഷ്യൽ കേസ് വർക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ഏജൻസിയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, ഒരു ഏജൻസി, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഏജൻസിയുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിലായിരിക്കും കേസ് വർക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന്റെ കീഴിലായിരിക്കും ഒരു കേസ് വർക്കർ വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ്ലി ആളുകൾ പ്രാക്ടീസ് ചെയ്യും. അതല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. ഇപ്പോൾ ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഓഫീസ് റൂം പോലെ ഇത് ചെയ്ത് അയാൾക്ക് കൗൺസിലിംഗ് സെഷൻസ് നടത്താൻ പറ്റും. പക്ഷെ കേസ് വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പർട്ടിക്കുലർ ഏജൻസിയുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ മാത്രമായിരിക്കും ഇത് ചെയ്യുന്നത്. പിന്നെ നേച്ചർ ഓഫ് സർവീസിൽ കുറച്ച് ചെറിയ ഡിഫറൻസുകൾ ഉണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൺക്രീറ്റ് ആയിട്ടുള്ള സർവീസുകളും ഇമോഷണൽ സപ്പോർട്ടും സോഷ്യൽ കേസ് വർക്കിൽ കൊടുക്കും. ഇപ്പോ ഉദാഹരണത്തിന് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ, ഇപ്പോ ഉദാഹരണത്തിന് ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള മലയോര മേഖലയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, വീട്ടിൽ നിന്ന് ഡെയിലി വന്ന് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ ആ ഒരു എന്നാ കുട്ടിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ക്രൈസിസ് നേരിടുന്ന ഒരു പെൺകുട്ടി ഒരു സോഷ്യൽ കേസ് വർക്ക് ഏജൻസിയിൽ പോയിട്ടാണ് ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ കയ്യിൽ
ഈ അതാണ് അവരുടെ ഒബ്ജക്റ്റീവ് വരുന്നതെങ്കിൽ, കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അവർക്ക് ആക്ച്വലി ഈ കുട്ടിക്ക് നിന്ന് പഠിക്കാനുള്ള ഹോസ്റ്റൽസ് പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാവും. അതിന്റെ കൂടെ കൺക്രീറ്റ് ആയിട്ട് ഒരു സർവീസ് മെറ്റീരിയലിസ്റ്റിക് ആവാം, അതല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കേസ് വർക്കിൽ ഉണ്ടാവും, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. പക്ഷെ കൗൺസിലിംഗിൽ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് കൊടുക്കാൻ പറ്റുള്ളൂ, മെറ്റീരിയൽ ഹെൽപ്പുകൾ ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ഈ കേസ് വർക്കും കൗൺസിലിംഗും എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നതിലും ചെറിയ ഡിഫറൻസുകൾ ഉണ്ട്. അതായത് കേസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയെയും അയാളുടെ എൻവിറോൺമെന്റിനെയും മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ടാണ് കേസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു കേസ് വർക്ക് നടത്തുന്ന സമയത്ത് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും അതേപോലെ തന്നെ അയാളുടെ ചുറ്റുപാടുകളെയും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. കൗൺസിലിംഗിൽ പക്ഷെ യൂഷ്വലി ഇപ്പൊ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജുകളിലൊക്കെ യൂഷ്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പ്രോബ്ലം ആയിരിക്കും ഒരു സമയത്ത് നോക്കുക. അതായത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെ ആയിരിക്കും കൗൺസിലിംഗിൽ യൂഷ്വലി എസ്പെഷ്യലി ഇൻ ഫസ്റ്റ് സ്റ്റേജസിൽ അഡ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ എംഫസൈസിലും ചെറിയ ഡിഫറൻസുകൾ ഉണ്ട്. അതായത് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് ആക്ഷനിലും സർവീസ് പ്രൊവിഷനിലും, ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലും പിന്നെ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻസ് എടുക്കുന്നതിലും ഫോക്കസ് ഉണ്ട്. പക്ഷെ കൗൺസിലിംഗിൽ എന്ന് പറയുമ്പോൾ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്നതും ക്ലയന്റിനെ തന്നെ അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതിലുമാണ് ഫോക്കസ്. ഓക്കെ, അതായത് ക്ലയന്റിനെ കൊണ്ട് അത് മനസ്സിലാക്കിക്കുക എന്നതാണ് ക്ലയന്റിൽ കൗൺസിലിംഗിലുള്ളത്. അത് ബേസ് ചെയ്ത് ആക്ഷൻസ് എടുക്കുക എന്നുള്ളതിൽ കൗൺസിലിംഗിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ കേസ് വർക്കിൽ അതിനെ ഇത് ചെയ്ത് ആക്ഷനും കൂടി എടുക്കുക എന്നുള്ളതിൽ ഒരു എംഫസൈസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഫോക്കസ് ഏരിയ എന്ന് പറയുമ്പോൾ സോഷ്യൽ കേസ് വർക്കിൽ ക്ലയന്റിന് മൊത്തത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ കൗൺസിലിംഗിൽ ഒരു വ്യക്തി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലാണ് കൂടുതൽ ഫോക്കസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൗൺസിലിംഗും കേസ് വർക്കും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. അത് നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. ഇനി നമ്മൾ ഈ യൂണിറ്റ് ഇപ്പൊ ഇതോടുകൂടി കഴിഞ്ഞു. ഈ യൂണിറ്റില് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് വന്ന ഈ യൂണിറ്റിൽ നിന്ന് വന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കുമ്പോൾ, അതായത് ജൂൺ 2024 ഒരു ചോദ്യം വന്നിരുന്നു 5 മാർക്കിന്. അതായത് ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗ്. കൗൺസിലിംഗും കേസ് വർക്കും തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡിഫറൻസസ് അത് മെൻഷൻ ചെയ്താൽ മതി. പിന്നെ അതേപോലെ ഡിസംബർ 2023 വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് കൗൺസിലിംഗ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗ്. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട് മാത്രമാണ്. 20 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ വിശാലമായിട്ട് നിങ്ങൾ എഴുതണം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരിക എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്, അതായത് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് കൗൺസിലിംഗ്. അപ്പോൾ കൗൺസിലിംഗ് എന്താണെന്ന് വിശദമായിട്ട് ഒരു അക്കൗണ്ട് കൊടുത്തതിന് ശേഷം ഈ കേസ് വർക്കും കൗൺസിലിംഗും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു ഉത്തരം കൂടി അതിനകത്ത് എഴുതുക. പിന്നെ ജൂൺ 2024 വന്ന 4 മാർക്കിന്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി. നമ്മൾ ഇത് ചെയ്തു. ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം വോളണ്ടിയേഴ്സിനെയൊക്കെ വെച്ചിട്ട്, ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് എന്ന് പറയുന്ന വോളണ്ടിയേഴ്സിനെ വെച്ച് സ്ലംസിൽ ഇതിലൊക്കെ ചെയ്ത വർക്കുകളാണ്. ഒരു വ്യക്തികളുടെ പ്രശ്നങ്ങൾ ഇൻഡിവിജ്വലായിട്ട് സോൾവ് ചെയ്യാനായിട്ട് വേണ്ടി ശ്രമിച്ചു അവര്. കേസ് വർക്കിന്റെ ആദ്യത്തെ ഒരു ഫോർമാറ്റ് ആണതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ യൂണിറ്റ് കഴിഞ്ഞു. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് സെക്കൻഡ് യൂണിറ്റ് നോക്കാം. ഓക്കെ, താങ്ക് യു.